വിളിച്ചോക്കട്ടെ കേട്ടോ. അല്ലോ അല്ലോ അല്ലോ. വിളിച്ചിട്ട് അവർ വരുന്നില്ല. വിളിച്ചോക്കട്ടെ. നമുക്ക് തുടങ്ങാം. വരട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد صلى الله عليه وسلم خاتم النبيين ورسول رب العالمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? നമ്മളെ ഷർത്തുകൾ 5 ഷർത്തുകൾ അത് പറഞ്ഞ അവസാനം. അല്ല, നമ്മൾ നിസ്കാരത്തിന് 5 ഷർത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ നിസ്കാരത്തിൻ്റെ 5 ഷർത്തുകളിൽ നമ്മൾ അതിൻ്റെ ചെറിയ വിശദീകരണങ്ങളും കൊടുത്തിരുന്നു അല്ലേ? ഏതൊക്കെയാണ് നിസ്കാരത്തിന് 5 ഷർത്തുകൾ? ശുദ്ധിയാവല്. എന്തിനെ തൊട്ട്? ചെറിയ ശുദ്ധി, വലിയ ശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവല്. അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക. പിന്നെ
പിന്നെ ഔറത്ത് മറക്കല്. പിന്നെ രണ്ടാമത്തെ ശരീരം നജസിൽ നിന്ന് നമ്മളെ വസ്ത്രം നിസ്കരിക്കുന്ന സ്ഥലം അല്ലെ. 3 നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. നമ്മളെ ശരീരം, നമ്മുടെ വസ്ത്രം, നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം 3 നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. പിന്നെ ഔറത്ത് മറക്കണം അല്ലേ. പുരുഷന്മാര് മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗങ്ങൾ മറക്കണം. സ്ത്രീകള് മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണം. മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും സ്ത്രീകൾ മറക്കണം. പിന്നെ നാലാമത്തെ അതെ, മാരിഫത്ത് ദുഖൂലിൽ വഖ്ത്, നിസ്കാരത്തിന്റെ സമയം കടന്നു എന്ന് ഉറപ്പോ മികച്ച ധാരണയോ കിട്ടണം. നിസ്കാരത്തിന്റെ സമയം കടന്നു എന്ന് പിന്നെ ഉറപ്പോ അല്ലെങ്കിൽ മികച്ച ധാരണയോ കിട്ടിയാൽ മാത്രമേ ആ നിസ്കാരം നിർവഹിക്കാൻ സാധിക്കൂ. അഞ്ചാമത്തേത് ഖിബിലയിലേക്ക് മുന്നിടുക. നമുക്ക് ശരിക്കും പിന്നെ ഐനുൽ ഖിബില തന്നെ കിട്ടണമെന്നും പറഞ്ഞിരുന്നു അല്ലെ. ശരിക്കുള്ള ഖിബില തന്നെ കിട്ടണം. ഇത് ഏകദേശം ഒരു സാധ്യത ധാരണ കിട്ടിയിട്ട് കാര്യമില്ല. പിന്നെയോ യഥാർത്ഥ ഖിബില തന്നെ നമുക്ക് കിട്ടണം. പിന്നെ ഇനി അടുത്ത ചാപ്റ്റർ അത്വഹാർ, എന്താണ് ശുദ്ധി. നമ്മൾ നിസ്കാരത്തിന്റെ 5 ഷർത്തുകൾ പറഞ്ഞതിൽ ഓരോ ഷർത്തായിട്ട് നമ്മൾ വിശദീകരിക്കാൻ പോവുകയാണ്, ഡിസ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ എക്സ്പ്ലനേഷൻ ആണ് ഇനി വരാൻ പോകുന്നത്. നമ്മളിപ്പോൾ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. എന്താണ് ശുദ്ധി, എന്താണ് അശുദ്ധി, എന്താണ് ചെറിയ അശുദ്ധി, എന്താണ് വലിയ അശുദ്ധി, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഡീപ്പായ ഡിസ്കഷനിലേക്കാണ് ഇനി പോകുന്നത്. അപ്പൊ അത്വഹാറ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം, പ്യൂരിഫിക്കേഷൻ എന്ന് പറയാം. അബ്ലൂഷൻ എന്നോ പ്യൂരിഫിക്കേഷൻ എന്നൊക്കെ പറയാം. അത്വഹാറ ശുദ്ധീകരണം. അത്വഹാറ ശുദ്ധീകരണം. ആള് ഓൺലൈനിൽ തന്നെ ഇല്ല, ഉറങ്ങുന്നുണ്ടാവും തോന്നുന്നു. ഉറങ്ങിപ്പോയിട്ടുണ്ടാവും സുബഹിസ്കരിച്ചിട്ട്. എന്താ ചെയ്യപ്പോ? നാട്ടിലുള്ളത് അതന്നെ, നാട്ടിലുള്ളത്. അപ്പൊ ഇവിടെ ഏകദേശം ഇപ്പൊ 9:40 ആയല്ലോ. അവിടെ 7:15 ആയിട്ടുള്ളൂ അല്ലേ? ഏതായാലും നടക്കട്ടെ. പിന്നെ അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. സൂറത്തുൽ ബഖറയിലെ ആയത്താണ് കേട്ടോ അത്. അൽ ബഖറയിലെ 222-ാമത്തെ ആയത്താണ്. എന്താ പറയുന്നത്? ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. പെരുത്ത് എന്ന് പറഞ്ഞാൽ പശ്ചാത്താപിച്ച് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി അതിനെ തുടർന്ന് ഖേദിച്ച് മടങ്ങി പശ്ചാത്താപം ചെയ്യുക, അതാണല്ലോ തൗബ. നമ്മൾ ചെയ്ത തെറ്റിനെ ഏറ്റു പറഞ്ഞിട്ട് ഇനി ആ തെറ്റ് ആവർത്തിച്ച് ചെയ്യില്ല എന്നുള്ള ഉറപ്പ് അള്ളാഹുവിന് നൽകിക്കൊണ്ട് ഖേദിച്ച് പശ്ചാത്താപിച്ച് മടങ്ങുന്നതിനെ കുറിച്ചാണ് എന്ത് പറയുന്നത്? തൗബ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധീകരണം നടത്തുന്നവരെയും, ബാഹ്യമായ ആന്തരികമായ എല്ലാ ശുദ്ധീകരണവും, നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ അല്ലെ, മാനസികമായ നമുക്ക് മാലിന്യങ്ങൾ ഉണ്ടാവും മനസ്സിലുള്ള, മറ്റാളെ കുറിച്ചുള്ള വേണ്ടാത്ത ചിന്തകൾ, മോശപ്പെട്ട ചിന്തകൾ, അശ്ലീലതകൾ, അതേപോലെ വഞ്ചന, ചതി, ഗീബത്ത്, നമീമത്ത് തുടങ്ങി നമ്മളെ മനസ്സിൽ ഒളിപ്പിച്ച് വെക്കുന്ന പിന്നെ എന്ത് മാലിന്യങ്ങളുണ്ട്. അപ്പോൾ മാനസികമായ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധിയാവണം. പിന്നെന്ത് ചെയ്യണം? ബാഹ്യമായ ശരീരത്തിൽ ഉള്ള അഴുക്ക്, വൃത്തികേട്, മണ്ണ്, നജസ് തുടങ്ങിയ ബാഹ്യമായ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധിയാവണം. അപ്പോൾ ആന്തരികമായ ശുദ്ധീകരണവും ബാഹ്യമായ ശുദ്ധീകരണം, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ, രണ്ടും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ശുദ്ധീകരണം നടത്തുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, തൗബ ചെയ്ത് മടങ്ങുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആശയം. ഇനി
ഇനിയോ വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മിഫ്താഹുസ് സ്വലാത്തി തഹൂർ. മിഫ്താഹുസ് സ്വലാ, നിസ്കാരത്തിൻ്റെ താക്കോൽ. നിസ്കാരത്തിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ അത്തഹൂർ, ശുദ്ധീകരണമാണ്. അപ്പം താക്കോലില്ലാതെ നമുക്ക് പൂട്ട് തുറക്കാൻ പറ്റില്ല. അപ്പം നിസ്കാരം ശരിയാവണമെങ്കിൽ താക്കോലായ ശുദ്ധീകരണം കൊണ്ട് തുറന്നാലേ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. നല്ലൊരു ഉപമയാണത്. നമ്മളൊരു പൂട്ട് ലോക്ക് തുറക്കണമെങ്കിൽ, ലോക്കർ തുറക്കണമെങ്കിൽ ചാവി വേണം. ചാവി വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്താലേ ലോക്കർ തുറക്കാൻ പറ്റുകയുള്ളൂ. അതേപോലെ ശുദ്ധീകരണം എന്ന ചാവി വെച്ച് നിസ്കാരത്തെ തുറന്നാലേ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. മിഫ്താഹ് എന്ന് പറഞ്ഞ കീ, ചാവി. അത് ഹദീസാണ് കേട്ടോ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂർ. ലാ തുഖ്ബലു സ്വലാഹ്, നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല, ബിഗൈരി തുഹൂർ, ശുദ്ധീകരണം കൂടാതെ. ശുദ്ധിയില്ലാതെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. അപ്പോൾ ശുദ്ധി ഇല്ലാതെയുള്ള നിസ്കാരം സ്വീകരിക്കപ്പെടൂല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശുദ്ധീകരണം കൂടാതെയുള്ള നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. ഇനിയോ എന്താണ് ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഭാഷാർത്ഥം എന്താണ്? അതിൻ്റെ സാങ്കേതിക അർത്ഥം എന്താണ്? എല്ലാത്തിനും ഒരു ലിംഗ്വിസ്റ്റിക് മീനിങ് ഉണ്ടാവും, ഒരു ടെർമിനോളജിക്കൽ മീനിങ് ഉണ്ടാവും. ലിംഗ്വിസ്റ്റിക് ഭാഷാർത്ഥം സാധാരണ കേവലമായിട്ട് ഭാഷയിൽ ഉപയോഗിക്കുന്ന അർത്ഥം എന്താണ്? ഇനി ഫിഖ്ഹിൻ്റെ, കർമ്മശാസ്ത്രത്തിൻ്റെ സാങ്കേതിക തലത്തിൽ ഉപയോഗിക്കപ്പെടുന്ന അർത്ഥം എന്താണ്? രണ്ടർത്ഥങ്ങളുണ്ടാവും. അത്വഹാറത്ത്, ശുദ്ധീകരണം എന്നുള്ളത് ലുഗത്തൻ, ഭാഷാർത്ഥത്തിൽ, ലിംഗ്വിസ്റ്റിക് മീനിങ് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ അന്നദാഫ, വൃത്തിയാവലാണ്. വൃത്തി, വെടിപ്പ്, ശുചിത്വം എന്ന് നമുക്ക് പറയാം. ത്വഹാറത്ത് പറഞ്ഞാൽ ഭാഷാർത്ഥം വൃത്തി, വെടിപ്പ്, ശുചിത്വം എന്ന് പറയുന്ന സാധനം. നമ്മൾ ക്ലീൻലിനെസ് എന്ന് പറയുന്നില്ലേ, ക്ലീൻലിനെസ് ഇംഗ്ലീഷിൽ, ആ സാധനമാണ് ഭാഷാർത്ഥത്തിൽ ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ. ഇനി ശർഅൻ, ഫിഖ്ഹിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ റഫ്ഉൽ മൻഇൽ മുറത്തബി അലൽ ഹദസി അവിൽ ഖുബ്സി. എന്താണ് റഫ്ഉ? നീക്കിക്കളയലാണ്. അൽ മൻഇ, തടസ്സത്തെ നീക്കിക്കളയലാണ്. അൽ മുറത്തബി, തുടർന്നു വന്നതായ തടസ്സം. അലൽ ഹദസി, അശുദ്ധി കാരണമായിട്ട്. അവിൽ ഖുബ്സി, അല്ലെങ്കിൽ നജസ് കാരണമായിട്ട്. നജസ് കാരണമായിട്ടോ അശുദ്ധി കാരണമായിട്ടോ തുടർന്നുണ്ടായ തടസ്സത്തെ നീക്കിക്കളയലാണ്. അപ്പോൾ അശുദ്ധി കാരണമായിട്ട്, നജസ് കാരണമായിട്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ ഉള്ള ഒരു തടസ്സമുണ്ടായിരുന്നു. ആ തടസ്സത്തെ നീക്കിക്കളയുന്നതിനെ കുറിച്ചാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത് ഫിഖ്ഹിൽ. മനസ്സിലായില്ലേ? അപ്പോൾ കേവലമായി നമ്മൾ എന്താണ്, നമ്മൾ ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടോയ്ലറ്റിൽ പോയി, വാഷ്റൂമിൽ പോയി മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ആ മൂത്രമൊഴിച്ചിട്ട് ഗുഹ്യഭാഗം മാത്രം കഴുകിയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? ഗുഹ്യഭാഗം മാത്രം കഴുകിയാൽ നമ്മൾ ഭാഷാർത്ഥത്തിലുള്ള ശുദ്ധീകരണം നടന്നു. പക്ഷേ സാങ്കേതിക അർത്ഥത്തിലുള്ള ശുദ്ധീകരണം നടക്കണമെങ്കിൽ അത് കാരണമായിട്ട് നിസ്കാരത്തിന് എനിക്കൊരു തടസ്സം ഉണ്ടായിട്ടുണ്ട്. ആ തടസ്സം നീക്കണം. ആ തടസ്സം നീക്കണമെങ്കിൽ എന്ത് വേണം? വുളൂ ചെയ്യണം. മനസ്സിലായില്ല? അപ്പോൾ ഭാഷാർത്ഥത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് എന്ത്? സാങ്കേതിക അർത്ഥം. കേവലം ശുദ്ധീകരണമല്ല, പിന്നെയോ അശുദ്ധിയോ നജസോ കാരണമായിട്ട് ഷേഖ് അപ്പോൾ നമ്മൾ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് ഞാനിതൊക്കെ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് തുടക്കത്തിലെ വിഷയങ്ങൾ കേൾക്കണേ. തുടക്കത്തിൽ പറഞ്ഞ വിഷയങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞത് അത്വഹാറത്തു, ശുദ്ധീകരണം എന്നുള്ളത് ലുഗത്തൻ, ഭാഷാർത്ഥത്തിൽ അന്നദാഫ, വൃത്തിയാണ്, ശുചിത്വമാണ്, ക്ലീൻലിനെസ് എന്ന് പറയാം. വശർഅൻ, ഫിഖ്ഹിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ, ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ റഫ്ഉൽ മൻഇൽ മുറത്തബ്, റഫ്ഉ നീക്കിക്കളയലാണ്. അൽ മൻഇൽ മുറത്തബ്, തുടർന്നുണ്ടായ തടസ്സത്തെ. എന്തിനെ തുടർന്നുണ്ടായ? അലൽ ഹദസ്, അശുദ്ധി കാരണമായി ഉണ്ടായ. അവിൽ ഖുബ്സ്, നജസ് കാരണമായി. അപ്പം നജസ് കാരണമായിട്ടോ
അശുദ്ധി കാരണമായിട്ടോ തുടർന്നുണ്ടായ തടസ്സത്തെ നീക്കിക്കളയലാണ് സാങ്കേതിക അർത്ഥത്തിൽ, ഫിഖ്ഹിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കേവലം വൃത്തിയാക്കിയാൽ മാത്രം പറ്റൂല. പിന്നെയോ നമ്മൾ ടോയ്ലറ്റിൽ പോയി കേവലം വൃത്തിയാക്കിയാൽ ഭാഷാർത്ഥത്തിലുള്ള ശുദ്ധീകരണം നടന്നു, സാങ്കേതിക അർത്ഥത്തിലുള്ള ശുദ്ധീകരണം നടന്നിട്ടില്ല. സാങ്കേതിക അർത്ഥത്തിലുള്ള ശുദ്ധീകരണം നടക്കണമെങ്കിൽ നമ്മൾ വാഷ്റൂമിൽ പോയതോടുകൂടി നമുക്ക് നിസ്കാരത്തിനൊരു തടസ്സം ഉണ്ടായിട്ടുണ്ട്, ഖുർആൻ തൊടാനൊരു തടസ്സം ഉണ്ടായിട്ടുണ്ട്, കാബയിൽ പോയി തവാഫ് ചെയ്യാനൊരു തടസ്സം ഉണ്ടായിട്ടുണ്ട്. ആ തടസ്സത്തെ നീക്കണം. അത് നീക്കണമെങ്കിൽ വുളൂ ചെയ്യണം. ഇനിയോ വൽ ഹദസു ഹദസാൻ. വൽ ഹദസു ഈ അശുദ്ധി, ശുദ്ധിയുടെ ഓപ്പോസിറ്റാണ്, തഹാറത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഹദസ്. വൽ ഹദസു ഈ അശുദ്ധി എന്നുള്ളത് ഹദസാൻ, രണ്ടിനമാണ്, രണ്ട് തരമാണ്. ഒന്നാമത്തത് ഹദസുൻ അസ്ഗറു. ഒന്നാമത്തത് കാണുന്നില്ല വായിക്കുന്ന ഭാഗം, നാലാമത്തെ ലൈന്. ഒന്നാമത്തേത് ഹദസുൻ അസ്ഗർ, ഒന്നാമത്തേത് ചെറിയ അശുദ്ധിയാണ്. വ ഹദസുൻ അക്ബറു, രണ്ടാമത്തേത് വലിയ അശുദ്ധിയാണ്. ഒന്ന് ചെറിയ അശുദ്ധി, രണ്ട് വലിയ അശുദ്ധി. ആ രണ്ട് അശുദ്ധികളാണ് അശുദ്ധികളുടെ കൂട്ടത്തിലുള്ളത്. ഇനി എന്ത് ചെയ്യണം? ഫത്തഹാറത്തു അനിൽ അവലി, ഒന്നാമത്തെ ചെറിയ അശുദ്ധിയെ തൊട്ട് ഒന്നാമത്തെ ചെറിയ അശുദ്ധിയെ തൊട്ടുള്ള ശുദ്ധീകരണമാകുന്നത് അൽ വുദൂ, വുദൂ ചെയ്യലാണ്. ഒന്നാമത്തെ ചെറിയ അശുദ്ധിയെ തൊട്ടുള്ള ശുദ്ധീകരണമാകുന്നത് അൽ വുദൂ, വുദൂ ചെയ്യലാണ്. വത്തഹാറത്തു അനിസ്സാനി, രണ്ടാമത്തെ വലിയ അശുദ്ധിയെ തൊട്ടുള്ള ശുദ്ധീകരണമാകുന്നത് അൽ ഗുസ്ലു, കുളിക്കലാണ്. ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ വുദൂ ചെയ്യണം, നിയത്തോടുകൂടി വുദൂ ചെയ്യണം. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ നിയത്തോടുകൂടി കുളിക്കണം. അപ്പോൾ കേവലം കുളി ഉണ്ടായാൽ പോരാ, ഷവറിൻ്റെ താഴെ പോയിട്ട് നിന്നുകൊണ്ട് ഗുണമില്ല. പിന്നെയോ നിയത്തും കൂടെ വെക്കണം. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നു, ജനാബത്തിൽ നിന്ന് ശുദ്ധിയാവുന്നു, നിസ്കാരത്തെ ഹലാലാക്കുന്നു, ഈ ഏതെങ്കിലും നിയത്തും കൂടെ ചേർത്തിട്ട് കുളിക്കുമ്പോഴാണ് കുളി സഹീഹാവുന്നത്. അതേപോലെ വുദൂ അങ്ങനെ തന്നെ. നമ്മൾ വാഷ്റൂമിൽ പോയി ടോയ്ലറ്റിൽ പോയിട്ട് നമ്മൾ ഇനി വുദൂ ചെയ്യാൻ പോകുന്ന സമയത്ത് കേവലം കൈകാലുകൾ കഴുകിക്കൊണ്ട് കാര്യമില്ല, പിന്നെയോ നിയത്തോടുകൂടി കഴുകണം. നിയത്ത് ശരിയല്ല, നിയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മുടെ നിയത്ത് പോലെയാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. നിയത്തില്ലേ അവൻ്റെ ഇബാദത്തുകളൊന്നും സ്വീകരിക്കപ്പെടുന്നതല്ല. നിസ്കാരത്തിലാണെങ്കിലും വുദൂവിലാണെങ്കിലും കുളിയിലാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പിലാണെങ്കിലും നിയത്താണ്. നമ്മളെ കരുത്തുണ്ടാവണം മനസ്സിൽ. നാവ് കൊണ്ട് പറയലല്ല കേട്ടോ. നമ്മൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. നിസ്കരിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് നിയത്താണ്. നിസ്കരിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് നിയത്താണ്. നിയത്ത് കേവലം നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഇപ്പോൾ ളുഹ്ർ നിസ്കരിക്കുന്ന സമയത്ത് ഉസല്ലി ഫർദുൽ ളുഹ്രി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാൻ ലില്ലാഹി തആല, അതൊക്കെ സുന്നത്താണ്. നമുക്ക് കരുതൽ നിർബന്ധമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നിസ്കരിക്കുന്നു, ഇന്നാലിന്ന നിസ്കാരമാണ്, ആ നിസ്കാരം ഫർളാണ്. അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ കരുതലാണ് നിർബന്ധം. ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നു, ഫർളായ നിസ്കാരത്തെ ളുഹ്ർ എന്നാണ്. അപ്പം ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ളതും ആ നിസ്കാരം ഫർളാണെന്നുള്ളതും ആ നിസ്കാരത്തിൻ്റെ പേര് ഏതാണെന്നുള്ളത് എന്ത് ചെയ്യണം? അത്രയും കരുതലാണ് നിർബന്ധമായത്. അത് നമ്മൾ പറയലല്ല കേട്ടോ, പറയുക എന്നുള്ള സുന്നത്തേ ഉള്ളൂ. മനസ്സിൽ വരണം. എപ്പോഴാണ് മനസ്സിൽ വരേണ്ടത് നിയത്ത് എന്ന് പറഞ്ഞാൽ? നിസ്കാരത്തിൻ്റെ നിയത്ത് എപ്പോഴാണ് മനസ്സിൽ വരേണ്ടത്? എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വരേണ്ടത്? നിയത്ത് കരുതിയിട്ട് തക്ബീർ ചെല്ലുക, അത് മാത്രം പോരാ. പിന്നെയോ നിയത്തോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാമോടൊപ്പം നിയത്ത് വരണം മനസ്സിൽ. ശരിയല്ലേ? നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു അക്ബറിൻ്റെ ഹംസ് മുതൽ അക്ബറിൻ്റെ റാ വരെയുള്ളതിൻ്റെ ഇടയിൽ എന്ത് വരണം? നിയത്ത് വരണം. ഒരു മിനിറ്റ്.
അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ആ പിന്നെ എന്താ പറഞ്ഞത്? നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാമിൽ അല്ലാഹു അക്ബറിന്റെ ഹംസ് മുതൽ, അല്ലാഹു എന്നതിലെ ഹംസ് മുതൽ അക്ബറിന്റെ റാഇന്റെ ഇടയിൽ മനസ്സിൽ വരേണ്ടതാണ് നിയത്ത്. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിന് തൊട്ട് മുമ്പ് നമ്മൾ പറയൽ സുന്നത്താണ്. അത് പറഞ്ഞാലില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിയത്ത് വരേണ്ടത്, നിസ്കാരം സഹീഹാവാൻ നിയത്ത് വരേണ്ടത് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സിൽ ളുഹർ എന്ന ഫർദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് വന്നിട്ടുണ്ടോ, എന്നാലാണ് നിസ്കാരം സഹീഹാവുന്നത്. അത്രയും പ്രാധാന്യമുണ്ട്. എന്നാൽ വായു കൊണ്ട് പറഞ്ഞ മാത്രം കാര്യമില്ല. പിന്നെയോ വായു കൊണ്ട് പറഞ്ഞാലും ഇല്ലെങ്കിലും മനസ്സിലത് ഉണ്ടാവണം. മനസ്സിൽ ആ സംഗതി, ആ കണ്ടന്റ് മനസ്സിലുണ്ടാവണം, കരുതണം. ഇതാണ് നിയ്യത്ത്. ഖൽബിയായ ഫർദാണ്. നിസ്കാരത്തിലെ ഏക ഖൽബിയായ ഫർദാണ് എന്ത്? നിയ്യത്ത് എന്നുള്ളത്. മനസ്സുകൊണ്ട് ചെയ്യേണ്ട ഫർദാണ്. അപ്പോൾ അത്രയും വിഷയമുണ്ട് അത് നമ്മൾ ശരിയല്ലേ. തൊട്ട് മുമ്പ് പറഞ്ഞാലില്ലെങ്കിലും അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഉള്ളിലായിട്ട് ആ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാലാണ് നിസ്കാരം സഹീഹാവുന്നത്. നിസ്കാരം അപ്പോൾ നിയ്യത്തിന് അത്രയും പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എല്ലാ കാര്യങ്ങളും പരിഗണിക്കപ്പെടുന്നത്, എല്ലാ സൽക്കർമ്മങ്ങളും പരിഗണിക്കപ്പെടുന്നത് ബിന്നിയ്യാത്ത്, നിയ്യത്ത് കാരണമായിട്ടാണ്. ഉസ്താദ്, ഒരു സംശയം. അപ്പോൾ ഒരാൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ നേരെ വന്ന് അള്ളാഹു അക്ബറിന് കൈകെട്ടി അള്ളാഹു എന്ന് പറയുന്ന ആ സമയത്ത് ഈ ഒരു 3 കാര്യങ്ങൾ മനസ്സിലുണ്ട്, പക്ഷെ തുടക്കത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയം. അതായത് അലിഫ് മുതലേ അങ്ങനെ ഒരു കാര്യം അങ്ങനെയില്ല. അലിഫ് മുതലേ വേണമെന്നില്ല. ഈ അള്ളാഹു അക്ബർ അത് ചില ഉലമാവ് പറഞ്ഞിട്ടുണ്ട്. ആ ഉലമാവ് പറഞ്ഞതിനെതിരെ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം അത് സാധാരണക്കാരെ കൊണ്ട് സാധിക്കുന്നതല്ലല്ലോ. ഓരോ അക്ഷരങ്ങൾ പറയുമ്പോഴും ഈ 3 കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളത് ഇറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ, അൺലൈക്ക്ലി ഹാപ്പൺ. ആ സാധ്യത വളരെ കുറവാണ്. 99% ആളുകൾക്ക് പറ്റൂല. പിന്നെ അവിടെ അപ്പോൾ ഉലമാ എല്ലാം അവിടെ ഐക്യകണ്ഠന പറഞ്ഞത് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഇടയിൽ കൊണ്ടുവന്നാൽ മതി. എവിടെ കൊണ്ടുവരണം? അല്ലാഹു അക്ബർ ഇത്ര പറഞ്ഞ് തീരുന്നതിൻ്റെ ഇടയിൽ സംഗതി വന്നാൽ മതി മനസ്സിൽ. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് കടന്നിട്ടുണ്ടെന്നൊരു ബോധ്യം. മനസ്സിലായില്ലേ? ഇനി അൽ വുദൂ, ഇപ്പോൾ എന്താണ് ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ നമ്മൾ വുദൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഒന്നാമത്തെ ചാപ്റ്റർ, അല്ലെങ്കിൽ എന്താണ് പ്രധാനപ്പെട്ടൊരു ചാപ്റ്ററാണ് അൽ വുദൂ എന്നുള്ളത്. അല്ലാഹു തആല പറയുന്നു, يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين. അപ്പോൾ വുദൂവുമായി ബന്ധപ്പെട്ട വുദൂവിൻ്റെ രൂപങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ആയത്താണത്. പൂർണ്ണമായിട്ടില്ലെങ്കിലും ഏകദേശം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് നിങ്ങൾ നിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, എന്ന് പറയാം നിസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫഗ്സിലൂ, നിങ്ങൾ കഴുകണം, വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ, വഅയ്ദിയക്കും, നിങ്ങളുടെ കൈകളെയും കഴുകണം, ഇലൽ മറാഫിഖ്, മുട്ടുവരെ. മറാഫിഖ് എന്ന് പറഞ്ഞാൽ മിർഫഖ്, മറാഫിഖ് മുട്ടുവരെ നിങ്ങൾ കൈകളെ കഴുകണം. വഅയ്ദിയക്കും, നിങ്ങളുടെ കൈകളെ കഴുകണം, ഇലൽ മറാഫിഖ് മുട്ടുവരെ. വംസഹു, നിങ്ങൾ തടവണം, ബിറൂസിക്കും, നിങ്ങളുടെ തലകളെ തടവണം. വംസഹു, നിങ്ങൾ തടവണം, ബിറൂസിക്കും, നിങ്ങളുടെ തലകളെ തടവണം. അർജുലക്കും, നിങ്ങളുടെ കാലുകളെ തടവണം അല്ലെങ്കിൽ കഴുകണം, ഇലൽ കഅബൈൻ, ഞെരിയാണി വരെ. അർജുലക്കും എന്നുള്ളത് ഫഗ്സിലുവിലേക്കും ചേർക്കാം, വംസഹു എന്നതിലേക്കും ചേർക്കാം. നിങ്ങളുടെ കാലുകളെ കഴുകണം അല്ലെങ്കിൽ തടവണം, ഇലൽ കഅബൈൻ, ഞെരിയാണി വരെ. രണ്ടുണ്ടല്ലോ, ഒന്നിരിക്കൽ കഴുകാം, ഇനി ഖുഫയാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ തടവാം. ഖുഫ തടവുക എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ആ രണ്ടിനെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തടവുക, അല്ലെങ്കിൽ രണ്ടിലേക്കും മടക്കാൻ പറ്റും അർജുലക്കും എന്നുള്ളത്. നോർമലായിട്ട് കഴുകലാണ്, ഇനി ഖുഫയാണ് ധരിച്ചതെങ്കിൽ തടവാം. ഇനി കഅബ എന്ന് പറഞ്ഞാൽ ഞെരിയാണി കേട്ടോ, ഞെരിയാണി വരെ കഴുകൽ നിർബന്ധമാണ്. കൈ
മുട്ട് വരെ കഴുകണം, കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. ഞെരിയാണിയും കൂടെ കൂട്ടിയിട്ട് കൈ മുട്ടും കൂടെ കൂട്ടി കഴുകണം. എന്നാലേ വുളു ശരിയാവുകയുള്ളൂ. ചില ആൾക്കാർ, ചില ചെക്കന്മാരിലുണ്ട് ഇങ്ങനെ ഒരു നാടകം പോലെ, ശരിയല്ലേ, ഒരു നാടകം പോലെ തട്ടിക്കളി. ഹൗദിൻ്റെ കരക്ക് വന്നിട്ട്, പൈപ്പിൻ്റെ കരക്ക് വന്നിട്ട് ചെറിയ ചെക്കന്മാരൊക്കെ, കുട്ടികൾ, പിന്നെ 10, 12, 13 വയസ്സുള്ള അശ്രദ്ധയുള്ള കുട്ടികൾ എന്ത് ചെയ്യും, അവരിങ്ങനെ ഒരു ചവിട്ട് നാടകം പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിപ്പിച്ചിട്ട് പോകും. അതുകൊണ്ട് കാര്യമില്ല, മുട്ടുൾപ്പെടെ കഴുകണം. ശരിയായില്ല, മുട്ടും കൂടെ കൂട്ടിയിട്ട് കഴുകണം. ഇനിയോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലാ തുഖ്ബലു സ്വലാഹ്, നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. മൻ അഹ്ദസ ഹത്താ യതവല്ല. അപ്പോൾ ലാ തുഖ്ബലു സ്വലാത്തു മൻ, ഒരുത്തൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. അഹ്ദസ, അവൻ അശുദ്ധിക്കാരനായിരിക്കുന്നു, അവൻ്റെ നിസ്കാരം സ്വീകരിക്കുന്നതല്ല. ഹത്താ യതവല്ല, അവൻ വുളൂ ചെയ്ത് ശുദ്ധിയാവുന്നത് വരെ സ്വീകരിക്കപ്പെടൂല. അപ്പം അശുദ്ധിയായ ഒരുത്തൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. ഹത്താ യതവല്ല, അവൻ ആ അശുദ്ധിയിൽ നിന്നും വുളൂ ചെയ്ത് ശുദ്ധീകരണം നടത്തുന്നത് വരെ സ്വീകരിക്കപ്പെടൂല. മനസ്സിലായില്ലേ? നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ, രണ്ടാമത്തെ വരിയിൽ പറഞ്ഞില്ലേ, ലാ തുഖ്ബലു സ്വലാത്തും ബിഗൈരി തുഹൂർ എന്ന് പറഞ്ഞില്ലേ? ആ ആശയത്തിലുള്ള ഒരു ഹദീസാണ്. ലാ തുഖ്ബലു സ്വലാത്തു മൻ, ഒരു വ്യക്തിയുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. അഹ്ദസ്, അവൻ അശുദ്ധിക്കാരനായിരിക്കുന്നു, ചെറിയ അശുദ്ധിക്കാരനായിരിക്കുന്നു. ഏതുവരെ? ഹത്താ യതവല്ല, അവൻ വുളൂ ചെയ്യുന്നത് വരെ അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല. വുളൂ ചെയ്ത് മടങ്ങിയാലാണ് അവൻ്റെ അശുദ്ധി നീങ്ങിയാൽ മാത്രമേ നിസ്കരിക്കാൻ പറ്റൂ. ഇനിയോ അൽ വുളൂ ലുഗതൻ, നമ്മൾ നേരത്തെ ശുദ്ധീകരണം ഭാഷാർത്ഥത്തിൽ എന്താണ്, സാങ്കേതിക അർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞു. അതേമാതിരി അൽ വുളൂ ലുഗതൻ, ഭാഷാർത്ഥത്തിൽ ഗസ്ലു ബഅദിൽ അഅ്ളാ, ചില അവയവങ്ങൾ കഴുകലാണ്. വുളൂ എന്നതിൻ്റെ ഭാഷാർത്ഥം ചില അവയവങ്ങളെ കഴുകലാണ്. ഗസ്ലു ബഅദിൽ അഅ്ളാ, ചില അവയവങ്ങളെ കഴുകലാണ് വുളൂ എന്ന് പറഞ്ഞാൽ. ഇനി കർമ്മശാസ്ത്രപരമായ സാങ്കേതിക അർത്ഥത്തിൽ അതാണ് വശർഅൻ. കർമ്മശാസ്ത്രപരമായ സാങ്കേതിക അർത്ഥത്തിൽ വുളൂ എന്ന് പറഞ്ഞാൽ ഇസ്തിഅമാലുൽ മാഇ ഫി അഅ്ളാഇൻ മഖ്സൂസ മുഫ്തതഹൻ ബിന്നിയ്യ. ഇസ്തിഅമാലുൽ മാ, വെള്ളത്തെ ഉപയോഗിക്കലാണ്. ഫി അഅ്ളാഇൻ മഖ്സൂസ, ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളത്തെ ഉപയോഗിക്കലാണ്. മുഫ്തതഹൻ ബിന്നിയ്യ, നിയ്യത്ത് കൊണ്ട് ആരംഭിച്ചിട്ട്. അപ്പം നിയ്യത്തോടു കൂടി ആരംഭിച്ച് ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചാണ് വുളൂ എന്ന് സാങ്കേതിക അർത്ഥത്തിൽ പറയുന്നത്. എവിടെയൊക്കെയോ ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല. പിന്നെ ചില പ്രത്യേക നിർദ്ദേശിക്കപ്പെട്ട ചില അവയവങ്ങളുണ്ട്, ആ അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കണം. എങ്ങനെ? നിയ്യത്ത് കൊണ്ട് ആരംഭിച്ചിട്ട് ഉപയോഗിക്കണം. അപ്പോഴാണ് അതെന്താകുന്നത്, സാങ്കേതികപരമായ വുളൂ ആകുന്നത്. ആ വുളൂ കൊണ്ട് മാത്രമേ ചെറിയ അശുദ്ധി നീങ്ങിപ്പോവുകയുള്ളൂ. ഇനിയോ ഫുരിള, ഈ വുളൂ ഫർളാക്കപ്പെട്ടു. മഅസ്സലാ, നിസ്കാരത്തോടൊപ്പം തന്നെ. ലൈലത്തുൽ ഇസ്റാഇൻ്റെ രാത്രി. നമ്മൾ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയിട്ട് 10 വർഷവും 3 മാസവും കഴിഞ്ഞ റജബിൻ്റെ 27, റസൂലുള്ളാഹിൻ്റെ 50-ാമത്തെ വയസ്സിലാണ്, റജബിൻ്റെ 27 ഇസ്റാഇൻ്റെ രാത്രിയിലാണ് എന്താകുന്നത്, നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത്. അതേ രാത്രിയിൽ തന്നെയാണ് വുളൂഇൻ്റെ രൂപവും റസൂലുള്ളാഹി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് വുളൂ നിർബന്ധമാകുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഈ വുളൂ എന്നുള്ളത് എന്തിൻ്റെ പ്രധാനപ്പെട്ട അഭിവാജ്യ ഘടകമാണ്? നിസ്കാരത്തിനു വേണ്ടിയിട്ടാണ് വുളൂ നിർബന്ധമാക്കപ്പെട്ടത്. അതോടൊപ്പം വുളൂ മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വേണം, ഖുർആൻ തൊടാൻ വേണം, ത്വാഫ് ചെയ്യാൻ വേണം, ഓക്കെ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട എന്തിനാണ് വുളൂ? നിസ്കാരം സഹീഹാവാൻ വേണ്ടിയിട്ടാണ് വുളൂ. മനസ്സിലായില്ലേ? ഇതിന്റെ വിഷയങ്ങൾ മനസ്സിലായില്ലേ? ഇനിയോ ഷുറൂത്തുൽ വുളൂ, വുളൂഇൻ്റെ നിബന്ധനകൾ, വുളൂഇൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്? ഷുറൂത്തുൽ വുളൂ, വുളൂഇൻ്റെ നിബന്ധനകൾ. ഷുറൂത്തുഹു ഖംസത്തുൻ അല്ലേ? നിസ്കാരത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫർള് എന്താണ്, ഷർത്ത് എന്താണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഫർള് എന്ന് പറഞ്ഞാൽ ആ അമലിൽ ഉൾപ്പെട്ടതും അതുകൂടാതെ അമൽ സ്വഹീഹാവാത്തതുമാണ്.
ഷർത്ത് എന്ന് പറഞ്ഞാൽ ആ അമലിൽ ഉൾപ്പെടാത്തതും അതുകൂടാതെ നിസ്കാരം, അതുകൂടാതെ അമൽ സ്വഹീഹാവാത്തതും. ഫർള് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അമലിൽ ഉൾപ്പെട്ടതും അതുകൂടാതെ ആ അമൽ സ്വഹീഹാവാത്തതും. ഷർത്ത് എന്ന് പറഞ്ഞാൽ ആ അമലിൽ ഉൾപ്പെടാത്തതും അതുകൂടാതെ അമൽ സ്വഹീഹാവാത്തതും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്ത് ഉദാഹരണം പറഞ്ഞത്? നിസ്കാരത്തിൻ്റെ ഷർത്തിൻ്റെയും ഫർളിൻ്റെ ഉദാഹരണം. നിസ്കാരത്തിൻ്റെ ഷർത്താണ് ഔറത്ത് മറക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഖിബിലക്ക് മുന്നിടുക എന്നുള്ളത്. അതെന്തല്ല? നിസ്കാരത്തിൻ്റെ ഉള്ളിൽപ്പെട്ടതല്ല. പക്ഷെ ഔറത്ത് മറക്കാതെ നിസ്കാരം സ്വഹീഹാവുകയില്ല. ഫാത്തിഹ നിസ്കാരത്തിൻ്റെ ഫർളാണ്, നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടതാണ്, അതുകൂടാതെ നിസ്കാരം സ്വഹീഹാവുകയില്ല. അപ്പോൾ ഇവിടെ വുളൂവിൻ്റെ ഷർത്തിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ വുളൂയിൽ ഉൾപ്പെടില്ല, വുളൂവിൻ്റെ അകത്തില്ല, പക്ഷെ അതുകൂടാതെ വുളൂ സ്വഹീഹാവുകയില്ല. അതാണ് വുളൂവിൻ്റെ ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ. അത് എത്ര എണ്ണമാണ്? 5 എണ്ണമാണ്. ഒന്നാമത്തെ ഷർത്ത് മാഉൻ മുത്ലഖ്, ശുദ്ധമായ വെള്ളമായിരിക്കുക. എന്താണ് മാഉൻ മുത്ലഖ് എന്നുള്ളത് പിന്നെ പറയാം കേട്ടോ. ഒന്നാമത്തത് ശുദ്ധമായ വെള്ളമായിരിക്കുക, വെള്ളമെന്ന് പറയാൻ പറ്റുന്ന ശുദ്ധമായ വെള്ളമായിരിക്കുക. അസ്സാനി രണ്ടാമത്തേത് ജറിയു മാഇൻ അലാ ഉദ്വിൻ മഗ്സൂൽ, ജറിയു മാഇൻ വെള്ളം ഒലിക്കലാണ്, അലാ ഉദ്വിൻ മഗ്സൂൽ കഴുകപ്പെടുന്ന അവയവങ്ങളിലൂടെ വെള്ളം ഒലിക്കലാണ്. വെള്ളം ഒലിക്കണം. കേവലം വെള്ളം തൊട്ട് തടവിയാൽ പോരാ. പൗഡർ ഇടുന്ന മാതിരി തടവിയാൽ പോരാ. പെണ്ണുങ്ങൾ പൗഡർ ഇടുന്ന മാതിരി തടവിയാൽ പോരാ. പിന്നെയോ വെള്ളം ഒലിക്കണം, ഒലിച്ചിറങ്ങണം. നമ്മളതുകൊണ്ടല്ലേ ഇങ്ങനെ കയ്യിലിങ്ങനെ കഴുകുന്നത്? വെള്ളം ഒലിച്ചിറങ്ങണം. സാലിസു മൂന്നാമത്തേത് അല്ലാ യകൂന അലൽ ഉദ്വി അവയവത്തിൽ ഇല്ലാതിരിക്കലാണ്. മുഗയ്യിറുൽ ലിൽ മാ വെള്ളത്തെ പകർച്ചയാക്കി കളയുന്ന ഒന്നും അവയവത്തിൽ ഇല്ലാതിരിക്കലാണ്. വെള്ളത്തെ മലിനമാക്കുന്ന ഒന്നും അവയവത്തിൽ ഇല്ലാതിരിക്കലാണ്. വെള്ളത്തെ പകർച്ചയാക്കുക, വെള്ളത്തെ മലിനമാക്കുക. അപ്പോൾ വെള്ളത്തെ മലിനമാക്കുന്ന യാതൊന്നും അവയവത്തിൽ ഇല്ലാതിരിക്കലാണ്. ഏതുപോലെ? സാബൂനിൻ സോപ്പ് പോലെ, വസഅഫറാൻ അതേമാതിരി കുങ്കുമം പോലെ. ഇപ്പോൾ കുങ്കുമം കയ്യിൽ ഇങ്ങനെ തൊട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സോപ്പ് ഇങ്ങനെ കയ്യിൽ തേച്ചിട്ടുണ്ട്. ആ സോപ്പ് തേച്ച ആ വെള്ളം ഇങ്ങനെ നമ്മൾ ഒലിപ്പിച്ചാൽ എന്തായി? ആ ഒറ്റ ഒലിപ്പിക്കൽ കൊണ്ട് ആ വുളൂവിൻ്റെ അവയവം ശരിയാവുകയില്ല. കാരണം വെള്ളത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളത്തെ പകർച്ചയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യം എന്ത് ചെയ്യണം? സോപ്പെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷമാണ് വുളൂവിന് വേണ്ടി കൈ കഴുകേണ്ടത്. ആ സോപ്പ് ഇങ്ങനെ നിറഞ്ഞ കൈയോടെ തന്നെ കഴുകിയിട്ട് കാര്യമില്ല. കാരണം ആ വെള്ളം, നമ്മൾ ഒലിപ്പിച്ച വെള്ളം എന്തായിട്ടുണ്ട്? പകർച്ചയായി പോയിട്ടുണ്ട്, മലിനമായി പോയിട്ടുണ്ട്. അതില്ലാതിരിക്കണം. ഇനിയോ അർറാബിഉ നാലാമത്തേത് അല്ലാ യകൂന അലൈഹി ഹായിലുൻ, അല്ലാ യകൂന അലൈഹി ഈ കഴുകപ്പെടുന്ന അവയവത്തിൽ ഇല്ലാതിരിക്കണം. ഹായിലുൻ വല്ല തടസ്സവും ഇല്ലാതിരിക്കണം, വല്ല മറയും ഇല്ലാതിരിക്കണം. കത്തിലായിൻ ഇതുപോലെ, കത്തിലായിൻ പെയിൻറ് പോലെ, വശംഇൻ മെഴുക് പോലെ, വദുഹ്നിൻ എണ്ണ പോലെ, ജാമിദിൻ ഉറച്ച കട്ടിയുള്ള നെയ്യ് പോലെയുള്ള എണ്ണ, വഹിബിരിൻ മഷി പോലെ, വഹിന്നാ മൈലാഞ്ചി പോലെ. ഇപ്പം മൈലാഞ്ചിൻ്റെ കട്ടയുണ്ട്, അല്ലെങ്കിൽ കട്ട മഷിയുണ്ട്, അല്ലെങ്കിൽ ഉറച്ച നെയ്യുണ്ട്, അല്ലെങ്കിൽ മെഴുകുതിരിൻ്റെ മെഴുക് ഇങ്ങനെ ഉറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെയിൻ്റ് ഉണ്ട്. ഇങ്ങനെയുള്ളതാണെങ്കിൽ ആ അവയവത്തിലേക്ക് വെള്ളം ചേരൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ സാധനം ചുരണ്ടി കളഞ്ഞിട്ട് മാത്രമേ വുളൂ ചെയ്യാൻ പറ്റൂ. കാരണം അതെന്താണ്? വെള്ളം അവയവത്തിൽ ചേർക്കുന്നതിനെ തൊട്ടുള്ള തടസ്സമാണ്, അല്ലേ? വെള്ളം അവയവത്തിൽ ചേരുന്നതിനെ തൊട്ടുള്ള തടസ്സമാണ്. ഇനിയോ മൈലാഞ്ചിയുടെ നിറം പ്രശ്നമില്ല, മൈലാഞ്ചിയുടെ കട്ടയാണ് പ്രശ്നം, നിറം പ്രശ്നമില്ല. പിന്നെ നമ്മൾ സംശയം സാധാരണ വരാറില്ല, ഇനി എലക്ഷൻ ചെയ്ത ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ അത് പ്രശ്നമാണോ? ശരിയല്ലേ? അത് പ്രശ്നമല്ല. ശരിയല്ലേ? അത് തൊലിയുടെ മുകളിൽ വരുന്ന ഒരു തരം അടയാളം മാത്രമാണ്. അതിനിക്ക് തടിയില്ല എന്ന് പറഞ്ഞാൽ തൊലിയിൽ വെള്ളം ചേരുന്നതിനെ തൊട്ട് തടയുന്നതല്ല. ഏതുമാതിരി? മൈലാഞ്ചിൻ്റെ കളറ് പോലെയുള്ള നമ്മുടെ അവയവത്തിൻ്റെ, നമ്മൾ തൊലിയുടെ മേലുണ്ടാക്കുന്ന ഒരു തരം എന്താണ് നിറമാണത്. അതല്ല വെള്ളത്തെ തൊട്ട് തടയുന്ന കട്ട അല്ലെങ്കിൽ തടി ഇവിടെ ഇല്ല. എന്നതുകൊണ്ട് തന്നെ ആധുനിക ഉലമാ പറഞ്ഞു, എലക്ഷനിൽ ഈ തൊട്ട ഈ സാധനം എന്താവില്ല,
വെള്ളം ചേരുന്നതിന് തൊട്ട് തടസ്സമല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ചില മരുന്നുകൾ ഇപ്പം കാലിനൊക്കെ എത്തിച്ചു കഴിഞ്ഞാല് കുഴിനകത്തിന്റെ മരുന്നൊക്കെ എത്തിച്ചാല് അവിടെ പിന്നെ പിറ്റേന്ന് മരുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷെ വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ ഒരു കുറച്ച് സ്ഥലത്ത് വെള്ളം അങ്ങനെ തട്ടാത്ത പോലെ തോന്നും. അത് പ്രശ്നമാണോ? തട്ടാത്ത പോലെ തോന്നുന്നത് പ്രശ്നമാണ്. അത് പ്രശ്നമാണ്. വെള്ളം തട്ടുന്നതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ എണ്ണ നമ്മൾ പറഞ്ഞില്ല, എണ്ണ പറഞ്ഞില്ലേ, നെയ്യ് പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം തട്ടൂല. വെള്ളം വേഗം പിന്നെന്താണ് വെള്ളത്തെ പ്രതികരിക്കുന്നതാണ് നെയ്യൊക്കെ, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ തലയില് എണ്ണ ഇട്ടിട്ട് കുളിക്കുന്നത് അപ്പൊ കുളീനെ ബാധിക്കൂലേ? തലയിൽ എണ്ണ ഇട്ട് നമ്മൾ ഫുള്ള് ഇങ്ങനെ തേച്ച് കഴുകുകയല്ലേ ശരിക്കും. കുളിയിൽ അങ്ങനെ അത് ബാധിക്കൂലല്ലോ. നമ്മൾ ശരിക്കും തേച്ച് കഴുകുന്നുണ്ടല്ലോ. ജസ്റ്റ് ഇങ്ങനെ തല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കാണിച്ചുകൊണ്ട് കാര്യമില്ല. പിന്നെയോ നമ്മളിങ്ങനെ, അതാണ് നമ്മളെന്ത് പറയുന്നത്, പിന്നെ തഷ്ബീക്ക് ചെയ്യണമെന്ന് പറയുന്നത്, ദൽക്ക് ചെയ്യണം, ദൽക്കുല്ലാമോ, ഇങ്ങനെ 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 വിടർത്തി ചെയ്യണം. നമ്മൾ നല്ല പണിയെടുക്കണം. അപ്പം ഈ നെയ്യൊക്കെ പ്രശ്നമാണ്. നെയ്യൊക്കെ തേച്ചാൽ കട്ട മാതിരി നിൽക്കും, വെള്ളം ചേരില്ല. പിന്നെ നമ്മളെ കയ്യിൽ സ്റ്റിക്കർ ഉണ്ടാവുക, പെയിൻറ്റ്, സാധാരണ പെരൽ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലും പെയിൻ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ അശ്രദ്ധയിൽ വിട്ടുപോകും. ഗ്രീസ്, കട്ടക്ക് ഗ്രീസ്, ഇതെല്ലാം പ്രശ്നമാണ്. മഷി, കുട്ടികളുടെ കയ്യിൽ ഇങ്ങനെ കട്ടക്ക് മഷി ഉണ്ടാവുക, വെള്ളത്തിന് പ്രശ്നമാവും. ചെറിയ മഷീൻ്റെ അടയാളം മാത്രമല്ല കേട്ടോ, കട്ട മഷിയുണ്ട്, പറ്റി പിടിച്ചിട്ടുണ്ട്, പ്രശ്നമാണ്. പണ്ട് ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് അങ്ങാണ്ട് ഉസ്താദിനോട് ചോദിച്ചാലോ ഈ വെളിച്ചെണ്ണ അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ. വെളിച്ചെണ്ണ തേക്കുന്ന വെളിച്ചെണ്ണ അത് വെള്ളത്തെ തടയൂലെന്ന് അന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. തടയുന്നില്ല, എന്നാലും അതൊരു എന്താണ്, എന്തോ ഒരു വെള്ളത്തിന് പിന്നെ ചേർക്കുന്നതിനെ തൊട്ടൊരു പ്രയാസമാണ് ശരിക്കും വെളിച്ചെണ്ണ. നിങ്ങളെ കയ്യിൽ ശരിക്കും ഉണ്ടെങ്കിൽ കയ്യിൽ വെള്ളം ഉണ്ടാവില്ലല്ലോ. നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചാലും വെളിച്ചെണ്ണ വെച്ചിട്ട് വെള്ളം ഒഴിച്ചാലും അത് നമ്മൾ ശരിക്കും എന്താ ചെയ്താൽ മതി, തേച്ചാൽ മതി. വെളിച്ചെണ്ണ പ്രശ്നമില്ല. നമ്മൾ നെയ്യൊക്കെ കട്ട നിൽക്കുമ്പോഴാണ് പ്രശ്നം. തടി, വെളിച്ചെണ്ണക്ക് തടിയില്ലല്ലോ. വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ പോയില്ലേ, തടി ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പിന്നെ ഓക്കെ അല്ലേ? കിട്ടാത്ത വാക്കുകളെല്ലാം ചോദിക്കണം കേട്ടോ. നമുക്കെന്ത് ചെയ്യാം, നിങ്ങൾ പിന്നെ റെക്കോർഡിംഗ് കൂടെ കേട്ടിട്ട്, ഞാൻ റെക്കോർഡിംഗ് അയച്ചുതരുമല്ലോ, അപ്പോൾ റെക്കോർഡിംഗ് കൂടെ കേട്ടിട്ട് അതിൽ നിങ്ങൾ എക്സ്ട്രാ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. പറയുന്നതാണെങ്കിൽ പറയാം, അറിയാത്തതാണെങ്കിൽ നോക്കി പറയാം. അപ്പോൾ കൂടുതൽ ഡിസ്കഷൻ നടക്കും. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ച് പോകുക എന്നുള്ളതിനേക്കാളും എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയിട്ട് കൊണ്ടുവന്നിട്ട് ചോദിച്ചാൽ ക്ലിയർ ആയല്ലോ. അസ്സലാമു അലൈക്കും.